നമസ്കാരം. എന്തുകൊണ്ടാണ് കിണ്ടിയിൽ വെള്ളം എടുത്തു വെക്കുന്നത് എന്നുള്ളത് അതില് ഒരു ശാസ്ത്രീയ പൗരാണിക വശങ്ങളൊക്കെ ഉണ്ട്. അതൊരു ചെറിയ ആചാരം എന്ന നിലയിൽ മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഭാരതീയ സംസ്കാരത്തിലും ഹിന്ദു ദർശനത്തിലും ജലം ആപഹ എന്നത് വെറും ദാഹം തീർക്കാനുള്ള ഒരു വസ്തുവല്ല. അത് ജീവന്റെ സൃഷ്ടിയുടെ ശുദ്ധിയുടെ സമൃദ്ധിയുടെ ദൈവീകതയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലും വീടുകളിലും പൂജാവേളകളിലും ഒരു കിണ്ടിയിലോ കലശത്തിലോ ഒക്കെ വെള്ളം നിറച്ചു വെക്കാനുള്ള കാരണം. അത് ഇന്നൊന്നല്ല, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ചെയ്തു പോരുന്നതാണ്. ഹിന്ദു ദർശനപ്രകാരം ഈ ലോകം പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇവയിൽ ജലം ജീവന്റെ അടിസ്ഥാനമാണ്. ഋഗ്വേദത്തിൽ ജലത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് ആപോഹിഷ്ഠ മയോഭുവ, ജലം ആനന്ദവും ജീവനും നൽകുന്നതാണ് എന്നാണ്. അപ്പൊ ജലത്തിന് ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് മാത്രമല്ല, പിന്നെയോ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാനുള്ള പ്രതീകാത്മക ശക്തി ഉണ്ടെന്നാണ് ഭാരതീയർ പറയുന്നത്. എന്തുകൊണ്ടാണ് കിണ്ടി ഉപയോഗിക്കുന്നത്? കേരളത്തിൽ സാധാരണയായി പിച്ചള, വെങ്കലം, ചെമ്പ് എന്നിവ കൊണ്ടുള്ള കിണ്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് മതപരമായ കാരണം, ധർമ്മ കാരണം. പിച്ചളയും ചെമ്പും ശുദ്ധിയുടെ പ്രതീകങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പൂജയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സാധാരണ ഭക്ഷണപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എന്ന ആശയമുണ്ട്. രണ്ടാമത്തേത് പ്രായോഗിക കാരണമാണ്. ആധുനിക ശാസ്ത്രം പറയുന്നത് ചെമ്പുപാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളത്തിൽ ചില ബാക്ടീരിയകളുടെ വളർച്ച കുറയും എന്നാണ്. പഴയകാലത്ത് ഇത് ശാസ്ത്രീയ അറിവ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞിരുന്നില്ല എങ്കിലും അനുഭവത്തിലൂടെ നമ്മുടെ പൂർവികര് ചെമ്പുപാത്രങ്ങളുടെ പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പൂജയിലെ കിണ്ടിയുടെ ഉപയോഗങ്ങൾ. പൂജയ്ക്കിടെ കിണ്ടിയിലെ വെള്ളം പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ആചമനം. പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് പൂജാരി അല്പം വെള്ളം കുടിക്കുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്യാം. ഇത് ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി എന്നിവയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ട്, സങ്കല്പം. പൂജ ആരംഭിക്കുമ്പോൾ കയ്യിൽ വെള്ളം എടുത്ത് ഇന്നത്തെ ദിവസം ഈ സ്ഥലത്ത് ഈ ഉദ്ദേശത്തോടെ എന്നിങ്ങനെ സങ്കല്പം ചെയ്യും. ശേഷം ആ വെള്ളം ഭൂമിയിലേക്ക് ഒഴിച്ചു കളയുകയും ചെയ്യും. ഇത് പ്രതിജ്ഞയുടെ പ്രതീകമാണ്. ഒരു പ്രതിജ്ഞ എടുക്കലാണ്. മൂന്നാമത്തത് ആവാഹനം. പല പൂജകളിലും ദേവതയെ ഒരു വിഗ്രഹത്തിൽ മാത്രമല്ല കലശത്തിലോ ജലപാത്രത്തിലോ ആവാഹിക്കും. അതായത് ഈ ജലത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്നാണ് ആശയം. നാലാമത്തത് അഭിഷേകം. ശിവലിംഗം, വിഷ്ണു വിഗ്രഹം, ദേവീ വിഗ്രഹം എന്നിവയിൽ ജലം ഒഴിക്കുന്നത് അഭിഷേകമായിട്ടാണ്. ഇത് ശുദ്ധീകരണം, ഭക്തി, സമർപ്പണം എന്നിവയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അഞ്ചാമത് വരുന്നത് തീർത്ഥമാണ്. പൂജ കഴിഞ്ഞാൽ കിണ്ടിയിലെ ജലം മന്ത്രോച്ചാരണം നടത്തിയ ശേഷം തീർത്ഥമാകും. ഭക്തർ അത് സ്വീകരിക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകം എന്ന നിലയിലാണ്. കലശത്തിന്റെ പ്രാധാന്യം അങ്ങനെയാണ് കണക്കാക്കുന്നത്. ചില പൂജകളിൽ കിണ്ടിക്ക് പകരം കലശം സ്ഥാപിക്കുന്നു. കലശം ഭാരതീയ സംസ്കാരത്തിന്റെ വലിയൊരു പ്രതീകം. പരമ്പരാഗത വ്യാഖ്യാനം അനുസരിച്ച് നോക്കിയാൽ കലശം പ്രപഞ്ചം, ജലം ജീവൻ, മാവില പ്രകൃതി, തേങ്ങ സമൃദ്ധി, നൂല് ഐക്യം. അതുകൊണ്ട് കലശം സ്ഥാപിക്കാതെ പല വലിയ പൂജകളും ആരംഭിക്കുകയേയില്ല. അല്ലെ? പ്രപഞ്ചത്തിന്റെ ജീവൻ, പ്രകൃതി, സമൃദ്ധി, ഐക്യം, ഇതാണ് അടിസ്ഥാനം എന്നുള്ളത് കൊണ്ടാണ്. ലക്ഷ്മി ദേവിയും ജലവും തമ്മിലും ബന്ധം. ലക്ഷ്മി ദേവിയെ പല ചിത്രങ്ങളിലും നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ ആനകൾ ജലം ഒഴിക്കുന്നതായിട്ട് ചിത്രീകരിച്ച് കാണാം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സമൃദ്ധിയും വിളവും ഐശ്വര്യം, മഴ, ഇതാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് വെള്ളം സമ്പത്തിന്റെ പ്രതീകമാണ്.
ക്ഷേത്രങ്ങളിൽ വെള്ളത്തിന്റെ പ്രാധാന്യം മിക്ക വലിയ ക്ഷേത്രങ്ങളിലും കുളം, പുഷ്കരിണി, തീർത്ഥക്കുളം എന്നിവ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം ദേവദർശനത്തിന് മുമ്പ് ശുദ്ധീകരണം ആവശ്യമാണ്. അതാണ് വിശ്വാസം. സന്യാസിമാരുടെ കമണ്ഡലം ഹിന്ദു സന്യാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് കമണ്ഡലു. അതൊരു ജലപാത്രമാണ്. ഇതാണ് സൂചിപ്പിക്കുന്നത്. ലാളിത്യം, ആത്മനിയന്ത്രണം, പ്രകൃതിയുമായുള്ള ബന്ധം എന്നിവയാണ് അതിൽ നിന്നുള്ള സൂചന. വെള്ളം ദൈവമാണോ? ഹിന്ദു ധർമ്മം സാധാരണയായി വെള്ളത്തെ ദൈവം എന്ന് പറയുന്നില്ല. പക്ഷെ വെള്ളത്തിന്റെ ദൈവീകത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, കാവേരി എന്നിവയൊക്കെ പുണ്യനദികളായിട്ട് ആരാധിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവ വെറും നദികളല്ല, ജീവന്റെ ഉറവിടങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി കേരളത്തിലേക്ക് നോക്കൂ. കേരളത്തിൽ ചെമ്പുകിണ്ടി, പിച്ചളക്കിണ്ടി, ഉരുളി, കലശം എന്നിവ പൂജകളിൽ നിന്നും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കാണുന്നില്ലേ? ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പൂജാരിയുടെ അടുത്ത് ഒരു ചെറിയ കിണ്ടി എപ്പോഴും കാണാറുണ്ട്. അത് വെറും വെള്ളം സൂക്ഷിക്കാനുള്ള പാത്രമല്ല, പൂജയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണമാണ്. ശാസ്ത്രീയ വീക്ഷണം എന്താണെന്നറിയാം? ആധുനിക ഗവേഷണങ്ങൾ പ്രകാരം പറയുന്നത് ചെമ്പു പാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളത്തിൽ ചില സൂക്ഷ്മജീവികളുടെ വളർച്ച കുറയും. പൂജയ്ക്ക് മുമ്പ് കൈ കഴുകൽ, ആചമനം തുടങ്ങിയ ശുചിത്വം വർദ്ധിപ്പിക്കുന്നു. വെള്ളത്തെ പവിത്രമായി കാണുന്നത് ജലസംരക്ഷണത്തിനും പരിസ്ഥിതിയോടുള്ള ബഹുമാനത്തിനുമാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഹിന്ദു ജനവിഭാഗം കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് ഒരു ചെറിയ ആചാരമല്ല. അതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ദാർശനിക ചിന്തയുണ്ട്. ജലം ജീവന്റെ ഉറവിടമാണെന്ന്, ശുദ്ധിയുടെ പ്രതീകമാണെന്ന്, ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണെന്ന്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് ഹിന്ദു പാരമ്പര്യം കരുതുന്നുണ്ട്. അതുകൊണ്ട് പൂജാമുറിയിൽ ഒരു ചെറിയ കിണ്ടിയിലെ വെള്ളം വെറും വെള്ളം മാത്രമല്ല, അത് ജീവൻ, പവിത്രത, സമർപ്പണം, പ്രകൃതിയോടുള്ള ആദരവ്, ദൈവിക സാന്നിധ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു സാംസ്കാരിക ആത്മീയ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശരിക്കും ഓർത്തു വെക്കുക. എല്ലാവരും അത് ഓർക്കട്ടെ. നല്ല നമസ്കാരം, പ്രണാമം. ഞാൻ മധു കാടാമ്പുഴ.